സംസാരിക്കും. ആളിലടെ പോയിരിക്കുന്നു. ഹലോ ഹലോ ബ്രോ കേക്കാവോ? ബ്രോ പറഞ്ഞു. ബ്രോ നമ്മളിപ്പോ ഒരു പ്രീവാർ അടിച്ചായിരുന്നു. അപ്പൊ നമ്മള് കുറച്ചുപേര് ഡൗൺ ആയിരുന്നു. അപ്പൊ നമ്മളത് വാറായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിരുന്നു. കുറച്ചല്ലല്ലോ ബ്രോ, എല്ലാരും ഡൗൺ ആയില്ലേ? എല്ലാരും ഡൗൺ ആയിരുന്നു. ബ്രോ ഇത് ഇനിഷ്യൽ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് പറയൂ. ഇന്നത്തെ സിറ്റുവേഷൻ, ഫസ്റ്റത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വഴിക്ക് പോവായിരുന്നു. KTD ആയിട്ട് നമ്മളിങ്ങനെ പിറ്റിങ് ആയിരുന്നു ഓൾറെഡി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പുറകെ നിങ്ങളുടെ വണ്ടിയിൽ അറിയാതെ തട്ടിയായിരുന്നു. അപ്പോ നിങ്ങളും തിരിച്ചു വന്ന് പിറ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് അങ്ങനൊരു സംസാരം, മീൻസ് എന്തിനെ പിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു നിങ്ങളുടെ സൈഡിൽ നിന്ന് ആരോ വന്നിട്ട്. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവൻ പിന്നെ മറ്റേ വേറൊരു സിറ്റുവേഷൻ ഇവിടെ നിൽക്കാണല്ലോ എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് അവൻ എന്തോ ഒന്ന് പോയടാ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പോകുന്നു അവിടെ നിന്ന്. ഫുള്ള് പറ പോയടാന്ന്. ഒന്ന് പോയടാന്ന് പറഞ്ഞു, അത്ര പറഞ്ഞിട്ടോ. എന്നിട്ട് വണ്ടി എടുത്ത് പോകുന്നു. അത്ര പറഞ്ഞോളൂ. ശരിടാ. അത് കഴിഞ്ഞിട്ട് കണ്ടീന്നു അങ്ങനെ കുറെ വാക്കുകളൊക്കെ ഇല്ലില്ല ഒന്ന് പോയടാന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഉറപ്പാണോ? ഉറപ്പാ. ആ വണ്ടിയുള്ളത് എന്തായാലും അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാരാ എന്നാ ബ്രോ അവൻ അങ്ങനെയല്ല പറഞ്ഞ ബ്രോ അടുത്തവൻ കള്ളം പറഞ്ഞത്. അവൻ പോടാ കണ്ടിട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെ കുറച്ച് ഇതായിട്ട് പറഞ്ഞിട്ടാ പോയത്. നിന്റെ കൂട്ടത്തിലുള്ളത് അല്ല, നമ്മള് സിറ്റുവേഷൻ സിറ്റി എന്ന് ചോദിച്ചപ്പോ അവൻ അങ്ങനെയാ പറഞ്ഞത്, അത്ര പറഞ്ഞതാണ് പറഞ്ഞത്. നിന്നെ പറ്റിച്ച്. ബ്രോ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് മറ്റേ മുതുക്ക് റിപ്പയർ വന്നിട്ട് സംസാരമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റേ പറഞ്ഞിരുന്നല്ലോ മറ്റേ ജോക്കർ ബ്രോയായിട്ട് സംസാരിച്ചിട്ട് അത് അങ്ങനെ സോൾവ് ആക്കി വിട്ട്. ആ സോൾവ് ചെയ്ത സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ നിൽക്കുമായിരുന്നു റിപ്പയറിൽ. അപ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ മറ്റേ കണ്ണാപ്പി വന്നിട്ട് വെറുതെ ഇങ്ങോട്ട് വന്നിട്ട് അവന്റെ എന്തൊരു ഫ്ലെക്സ് കാണിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഒരു കട്ടൗട്ട് വെച്ചിട്ടുണ്ടല്ലോ അവിടെ. അങ്ങനെയാണോ ബ്രോ? ഞാൻ കണ്ണാപ്പി ഒന്ന് വിളിക്കട്ടെ. ബ്രോ വിളിച്ചോളൂ. ഹെലികോപ്റ്റർ. ഒരു ഡൗട്ട്. കണ്ണാപ്പിയുടെ ആ സിറ്റുവേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു കുറെ നേരം കഴിഞ്ഞ് ആരും ഒന്നും തമ്മിൽ സംസാരിക്കാണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഇടയിൽ വന്നിട്ട് ഒരു നീലമുടുക്കാരൻ വന്നിട്ട് ഉണച്ചത് എന്തിനായിരുന്നു? അടിക്കാനല്ലേ? സത്യം പറയടാ. അടിക്കാനാണോ? ആ കൊണച്ചവന്റെ പേരെന്താ? പോഗ്ബ എന്നാണ്. പറഞ്ഞോ. അപ്പൊ നമ്മളവിടെ നിൽക്കുമായിരുന്നു മുതുക്ക് റിപ്പയറില്. അപ്പോഴാണ് കണ്ണാപ്പി വന്നിട്ട് ആ കട്ടൗട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. മാന്യമായിട്ട് ചോദിച്ചു. അപ്പൊ പറയാണല്ലോ സിറ്റുവേഷൻ. അപ്പൊ നമ്മളൊരു 4-5 പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞു. ഞാനപ്പോ കൊള്ളാൻ പറ സൂപ്പർ എന്ന് പറഞ്ഞു. ഞാൻ ആ സൂപ്പർ എന്ന് പറഞ്ഞത് പുള്ളിക്ക് ഈ കണ്ണാപ്പി ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറഞ്ഞത് ഞാൻ എന്തോ റോങ് ആയിട്ട് സംസാരിക്കുന്നത്, ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞത് എന്തോ അവനെ ആക്കി പറഞ്ഞതാണ്. ആ രീതിക്ക് എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് കൊണയായി. ഒരുപാടൊക്കെ എന്താണ് ബ്രോ പമ്പി കളിക്കല്ലേ ബ്രോ? ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ബ്രോയ്ക്കാണ് അത് മറ്റേ വേറെ രീതിക്ക് തോന്നിയത്. ബ്രോ പറഞ്ഞ എന്റെ പെർസ്പെക്റ്റീവ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ ഉള്ള രീതിയിലാണ് ബ്രോ സിറ്റുവേഷൻ ആയിട്ട് സോൾവ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ വന്നിട്ട് അങ്ങനെ നമ്മളൊന്നിനും വന്നിട്ടില്ലേ. ബ്രോയല്ലേ ഇങ്ങോട്ട് വെറുതെ വന്ന് വെറുതെ ഒരു ടോക്കിന് വന്നത്. നമ്മളായിട്ടൊന്നും പറയാൻ വന്നില്ല. ഞാനും ബ്രോ കൊള്ളാം സൂപ്പർ എന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് അത് ബ്രോയുടെ പെർസ്പെക്റ്റീവ് വെക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു ഞാനിവിടെ. അത് ബ്രോയുടെ ഇതല്ലേ. നമ്മളവിടെ ആക്കൂടെ പറഞ്ഞത് ബ്രോ സിറ്റുവേഷൻ കഴിഞ്ഞ് അത് കൊണയായിട്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിങ്ങൾ അവിടെ ആരോ ആയിട്ട് എന്താന്ന് അറിയത്തില്ല, നമ്മുടെ വീട്ടിലൊരു പോഗ്ബ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവൻ വന്നിട്ട് വീണ്ടും കണ്ണാപ്പിയായിട്ട് കൊണയെന്ന് തോന്നുന്നു. കണ്ണാപ്പിയായിട്ട് കൊണയായില്ലെന്ന് പറയുന്നത് ഞങ്ങൾ മാന്യമായിട്ട് വണ്ടിക്കകത്ത് ഇങ്ങോട്ട് വന്നിട്ട് പെയിന്റ് അടിച്ചു പോകുള്ളവരുണ്ടോ, അവന്റെ വായിലെന്താ പഴമാണോ ഇതാണോ എന്നൊക്കെ വന്ന് ചോദിച്ചാൽ ആരാണ് അത് നിങ്ങളുടെ കൂടെ ഇത്രയും നീ കണ്ണാപ്പി എന്നൊക്കെ ഉണ്ടാക്കിയല്ലോടാ നീ അങ്ങ്. എന്താ നീ ഇതിപ്പോ എന്റെ കൂടെ ഉള്ളവരെന്ത് പറയട്ടെ അപ്പൊ കണ്ണാപ്പി നമ്മളോട് ഇങ്ങനെ വെറുതെ വന്ന് കൊണച്ചാന്ന് പറഞ്ഞപ്പോ അവൻ ആ കോള് മാത്രമേ കേട്ടിട്ടുള്ളൂ. അവൻ ആ സമയത്ത് ആ സിറ്റുവേഷൻ ഉണ്ടല്ല, സ്ഥലത്തുണ്ടായിരുന്നില്ല. എന്നിട്ട് അവൻ വന്നത് നേരത്തെ പുതുക്കി വന്നപ്പോ നേരെ കണ്ണാപ്പിനെ നോക്കി വന്നിട്ട് അങ്ങനെയാണ് അവൻ വന്നിട്ട് മറ്റേ കണ്ണാപ്പിനെ എന്താ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അതാണ് സംഭവം. അവൻ ഒരു സിറ്റുവേഷൻ കേൾക്കാൻ എന്റെ അടുത്ത് വന്ന് കൊണച്ചിട്ട് ഇത് മറ്റേ ഇനിഷ്യല് തോറ്റപ്പോഴേ അവൻ നാട് വിട്ട് പിന്നെ അവനെ സിറ്റി കണ്ടിട്ടില്ല. അവൻ തലേ മുണ്ടിട്ട് കോണ മുക്കി ഓടുന്ന ഉണ്ടായിരുന്നില്ല പോഗ്ബ. അങ്ങനെ ഓടിയോന്ന് അറിയത്തില്ല. അങ്ങനെ ഓടിയ
അങ്ങനെ നീയൊക്കെ എല്ലാം ഓടിയില്ലടാ 25 എണ്ണം 50 കണ്ണു പോയിട്ട് ചന്തി തീട്ടം പറ്റിയിരുന്നിട്ട് നീയൊക്കെ ഈ മാസം അടിക്കുന്ന എന്തിനാ ഇവിടെ വന്ന് എടാ ആര് മാസം അടിച്ചു കാര്യം പറയല്ലേ നമ്മള് സിറ്റുവേഷൻ ചോദിച്ചപ്പോ സിറ്റുവേഷൻ പറഞ്ഞു അത്രേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ മാസം അടിച്ചിട്ടില്ല. നിന്റെ കൊടയായിട്ട് നമ്മളാണല്ലോ 25 ആരും കുറച്ചില്ല ബ്രോ, നമ്മളിവിടെ മീറ്റിംഗിൽ നമ്മള് സിറ്റുവേഷൻ ചോദിച്ചു, നമ്മൾ സിറ്റുവേഷൻ പറയുന്നത് അത്രേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ ആരും ഇവിടെ കൊളക്കാൻ നിന്നിട്ടില്ല. ഇല്ല പറഞ്ഞു നിങ്ങൾ ആ ഒരു പ്രൗഡ് ഔട്ടിലൊക്കെ വന്ന് സംസാരിക്കുന്ന കണ്ടിട്ടേ. പിന്നെ സിറ്റുവേഷൻ ചോദിക്കുമ്പോൾ അതിന്റെ രീതിക്ക് പറയണ്ടേ ബ്രോ, നമ്മളിവിടെ കൊളക്കാനല്ലോ നിൽക്കുന്നത്, നമ്മള് സിറ്റുവേഷൻ ചോദിക്കുമ്പോൾ സിറ്റുവേഷൻ പറയാനാണല്ലോ ഇവിടെ നിൽക്കുന്നത്, അത് നമ്മൾ പറയുന്നു. ഒരു ഉടുപ്പില്ലാതെ എങ്ങനെയാണ് പറ്റുന്നത്? സിറ്റുവേഷൻ ഇതാണ്. പറഞ്ഞു അപ്പൊ നമ്മളെന്തായാലും ഒരു 12:30 ആകുമ്പത്തേനും വാറ വിളിക്കാന്ന് വെച്ചാൽ 12 ഉള്ളു സമയം, അത്രയും സമയം. അന്ന് ഒരു 12:20 ആകുമ്പത്തേനും 25 മാക്സിമം അതിനകത്ത് വാറ വിളിക്കാം. 20-25 അതിന് വെളിപ്പത്തില്ല, അതിനകത്ത് വാറ വിളിച്ചോ. 25 എന്ന് പറഞ്ഞാൽ 12 ബ്രോ, നമുക്കറിയാത്. നിങ്ങൾ കാരണം നിങ്ങൾ 10 മിനിറ്റ് ചോദിച്ചിട്ട് നിങ്ങൾ വീണ്ടും എക്സ്ട്രാ 15 മിനിറ്റ് എടുത്തല്ലേ. അത് മറ്റേ ക്യൂവിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ബ്രോ, അതുകൊണ്ടായിരുന്നു. വേറെ ഇല്ല ബ്രോ, 12:15 ആണെങ്കിൽ ഓക്കെയാണ് ബ്രോ. 12:15 20 ആക്കാൻ പറ്റുമോ? ഇല്ല ബ്രോ, 12. ശരി ബ്രോ, 12. ഓക്കെ. വാസ്തവണ്ട ഞാൻ കാര്യം പറയട്ടെ, വെയിറ്റ്. ഫ്ലക്സിന്റെ പറഞ്ഞ ഞാൻ നിർത്തിയെന്ന് പറയട്ടെ. അവന്മാര് എന്നെ ചോദിക്കാണ് അതേത് വേണോ നമുക്ക് ഇപ്പോഴും അറിയില്ല. അവരേതാ ചോദിച്ചത്, നമ്മൾ എന്തിനു പറയണ്ട, അതിന്റെ പുറത്തെ ഫോട്ടോ അല്ലേ അണ്ണാ. നമ്മളെ എന്തിനു പറയണ്ട, ആലോചിച്ച് നോക്ക്. പുറത്തെ നിനക്കത്തെ ഉൾപ്പെടാ, പുറത്തുള്ള നിന്റെ കണ്ടി ഫോട്ടോ ആത്ത് വെക്കാൻ നിനക്ക് കണ്ണാപ്പി. ഞാൻ വേറെ കാര്യം പറയട്ടെ, ഈ ഇവന്മാര് ഈ സിറ്റുവേഷൻ തുടങ്ങിയപ്പോ തൊട്ടേ ചന്ദ്ര മറ്റേ ഇവന്മാര് ഈ ഇരുന്ന് അപരാധിച്ചോണ്ടിരുന്ന മറ്റേ വില്ലി മാക്സ് ഉണ്ടല്ലോ, അവനാണെന്ന് പറഞ്ഞാണ് ഇവന്മാരെല്ലാം ഇരുന്ന് അപരാധിച്ചോണ്ടിരുന്നത്. അവൻ 2 ദിവസമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങും കേട്ടോ. അവനിന്ന് തള്ളക്കിളികളുടെ നോട്ടിഫിക്കേഷൻ കേട്ടാണ് അവൻ ഇറങ്ങണത്. അവൻ കേട്ടിട്ടാണ് കേട്ടാ. അവൻ 2 ദിവസമായി RP പോലും കേറിയിട്ട് അവനാണെന്ന് പറഞ്ഞ് ഹോസ്റ്റൽ എടുക്കാനും അവിടെ അവന്റെ പേര് മയമായിരുന്നു അവിടെ. അവനെ നാട്ടുകാരെല്ലാം പോയി എന്തൊക്കെയോ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അവനാണ് ഇപ്പൊ വന്ന് ഇപ്പൊ വാറും പ്രിയവാറും കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇത് 2 ദിവസമായിട്ട് ആ സിറ്റിയിലില്ല, ഈ ഇതിനകത്തൊന്നും കളിച്ചിട്ടില്ല. നീ മുമ്പേ കൊടുത്തുള്ളൂ. നീ ആ ഗറാജ് വെച്ച് എന്റെ അടുത്ത് എന്താ പറഞ്ഞേ? നാളത്തെ ഒരു ദിവസം ഉണ്ടെങ്കിൽ നിന്റെ ആ മുതുക്കിൽ ആ ഫോട്ടോ എടുത്ത് മാറ്റിക്കണം, മനസ്സിലായാ? ആൾക്കാർക്ക് നടക്കാനുള്ളതാണ്, ആൾക്കാർക്ക് നടക്കാനുള്ളതാണ് അതുവഴി. അവന്റെ പുറത്തെ ഫോട്ടോക്ക് തെണ്ടി എത്ര ധൈര്യം ഉണ്ട്. ആൾക്കാരെല്ലാം ചോദിക്കാണ് ഇത് ഏത് ആണോ, എന്ത് മറുപടി പറയൂടാ? നിനക്ക് പറയാൻ പറ്റുമോ നീയാണെന്ന്? ഇവന്റെ ഫോട്ടോ ഉണ്ടോ മുതുക്കില്? അണ്ണാ ഇവന്റെ ഓജി ഫോട്ടോ, പുറത്തുള്ള ഫോട്ടോ ഇവൻ മുതുക്കൊണ്ട് അടിച്ചു വെച്ചേക്കുവാ. വാസണ്ണ ഞാൻ കാര്യം പറയട്ടാ, ഞാൻ പറയാം അണ്ണാ, അവന്മാര് ഫ്ലെക്സിനെ കണ്ടിട്ട് സൂപ്പർ ആണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ അവൻ? നീ വള്ളിയെടുത്ത് പറഞ്ഞില്ലേ, അത് ചോദിച്ചു. അത് ഇവന്റെ ശരിക്കുള്ള ഓജി ഫോട്ടോയും നിനക്ക് ഫീൽ ആയത് അതുകൊണ്ടാണ് ട്രിഗറായി നീ അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യണം. ഇന്ന് തന്നെ അഡ്മിനോട് പറഞ്ഞിട്ട് അത് മാറ്റാൻ പറയണം. നാളെ ഇത് കണ്ട് ട്രിഗറായിട്ട് അടുത്ത സിറ്റുവേഷൻ ഊമ്പാൻ പറ്റത്തില്ല ഇവിടെ TV. മനസ്സിലായോ? നിന്റെ തിരുമോന്നൊക്കെ അത്രയ്ക്ക് ഭയങ്കര കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അത് ആൾക്കാർ കാണാതെ മടക്കി എവിടെയും വെക്കണം. പുറത്താള് അകത്താള് വ്യത്യാസമുണ്ട്. ആൾക്കാർ വരുന്നതിന് മുമ്പ് കൊണ്ടുവന്ന് കോമാളിയെ പോലെ വെച്ചിട്ട് അത് കണ്ട് ശരിക്കും അവരുടെ അടുത്ത് ചോദിക്കാൻ പോകരുത്. മനസ്സിലായോ? പൈസ കൊടുത്താ ഇതൊക്കെയാണ് പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും വെച്ച് എന്തിനാന്നറിയാം അണ്ണനെ? ഞാൻ ബ്ലാക്ക് ക്ലിപ്പ് അടിച്ച് പോകാൻ കാണിച്ചു തരാം. എന്നെ കൂടെ കണ്ടോ? ഇങ്ങനൊക്കെ വള്ളിയാവും നമുക്ക് അറിഞ്ഞൂടെ എണ്ണ. ഞാൻ ചെന്ന് കൊറേ ദിവസമായിട്ട് എങ്ങനെയുണ്ട് കാണിച്ചു തന്നാടാ. അണ്ണാ ഞാൻ ഇത്ര ദിവസമായിട്ട് എല്ലാ ഗ്യാങ്ങാരോടും ചോദിച്ചിരിക്കുക. എല്ലാരും മനസ്സിലായോ? ഒരുമാതിരി നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇവര് മാത്രമാണ് മോശം റെസ്പോൺസ് തന്നത്. അപ്പോഴേ കൈ വെച്ചില്ലേ എണ്ണ? എടാ അതിപ്പോ നിന്നെ ലോകത്തുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടണം. നീ ആരാ? തിരുമോന്ത കാണുന്നത് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. എന്റെ അടുത്ത് ചോദിച്ചിരുന്ന ആദ്യം കവർ തൂറിക്കെട്ടി ഞാൻ ആ ഫ്ലക്സിൽ അടിച്ചെന്നെ.
മെസ്സി ഇല്ലണ്ണ, മെസ്സി താടി വെച്ചെങ്കിൽ അതുപോലെ ആയിരിക്കും അതിന്റെ അകത്ത്. ഇത് ചില്ലറ കഴിയല്ല അതിന്റെ ഇടയ്ക്കൂടെ. ഇത് വലിയ വലിയ വേറെ സ്കീമാണിത്. ആ വാസന ഒന്ന് നേരെ നോക്കിയേ കാണുന്നില്ല. ഇപ്പൊ നോക്കിയേ ഇത് റൊണാൾഡോ മെസ്സി ഇതല്ലേ? ഈ വാറ് ക്യാൻസൽ ആക്കടാ, അവന്മാരാടാ ശരി. എടാ ഈ വാറ് കളിക്കുന്നില്ലെന്ന് പറ മയില്. ഇങ്ങനെ പറയാൻ തോന്നിയത് അണ്ണ അത് റിയൽ ലൈഫിലെ ഫോട്ടോ ആണ്. എത്ര ധൈര്യം ഉണ്ടോ അവന് വള്ളി എടുക്കാൻ അതിന്റെ പേരില്. ഞാനിത് പണിയിപ്പിച്ചാണ് മറ്റേ ബാഹുബലി സിനിമയിലെ ഇൻഫറൻസ് വെച്ചാണ് പണിയിപ്പിച്ചത്. മെസ്സി അഡ്മിൻ എന്തിനു കയറ്റി കൊടുത്താണ് ഞാൻ ആലോചിക്കണേ. എന്ത് ആർപ്പിയാണ് ഇത് ചെയ്തത്? നീ എന്ത് ആർപ്പിയാണ് ഇതിലൂടെ ചെയ്തത്? നീ ഒന്ന് പറഞ്ഞൊന്ന് കേക്കട്ടെ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ കണ്ണാപ്പി, ഇത് എന്താണെന്ന്. നീ വെളിയിലത്തെ കാര്യം പറയല്ല, എനിക്ക് സിറ്റിക്കകത്ത് നീ കണ്ണാപ്പിയായിട്ട്. അല്ല ഇത് സംഭവം ഇതിന് രസം. അല്ല യവനാര് നമ്മുടെ ചോദ്യം യവനാര്? ഇത് ആരുടെ മുഖം? ഇത് അതിപ്പോ അതുപോലെ സെലിബ്രിറ്റിയുടെ മുഖം പുറത്ത് സെലിബ്രിറ്റിയുടെ മുഖം എടുത്തൊക്കെ വെച്ചത് നോക്കിയാൽ പുറത്ത് സെലിബ്രേറ്റ് ചെയ്യാ. എടാ അപ്പുറത്ത് തോന്നണ അതൊന്നും സിറ്റിയിലുള്ളവരുടെ മുഖമല്ലല്ലോ അണ്ണാ. ഞാൻ ഈ ക്യാരക്ടറിന്റെ പേരും എടാ പക്ഷെ അവർക്ക് ഒരു നിലയും വിലയും ഉണ്ട്. ഈ ക്യാരക്ടർ എന്താണ് അങ്ങനല്ല നിക്കോളാസ് പൂറൻ. അങ്ങനെ ശരിക്കും ഒരു യഥാർത്ഥ കളിക്കാരനുണ്ട് കേട്ടോ. ഇങ്ങളെ കൊണ്ടുപോയി എന്റെ തല വെട്ടി വെക്കല്ലേ, എന്റെ തല വെട്ടി വെക്കല്ലേ പ്ലീസ്. കണ്ണനുണ്ടാക്കണോ എന്റെ തല വെട്ടി വെക്കല്ലേ. ഇതില് ഈഗിൾ ഗെയിമിംഗ് ആണ് സംസാരിച്ചത് ഇപ്പം. നാളെ അണ്ണന്റെ കൂടെ ഓർമ്മക്കെട്ടാ എന്റെ സൈഡില്. ഇന്നലെ കഴിഞ്ഞ ദിവസം പോർച്ചുഗലിന്റെ കളി കണ്ടോണ്ടിരുന്നപ്പോഴേ ഷൺമുഖൻ എന്തോ പറയുന്ന ഒരാളുണ്ടായിരുന്നു. മുട്ടസ്വാമി ഞാനോർത്ത് ആദ്യം ഒരു കമന്ററിയിൽ കളിയാക്കാൻ പറയുമായിരിക്കും. പുള്ളിന്റെ പേരെന്തായിരുന്നു? ഷൺമുഖൻ എന്ത് മുട്ടസ്വാമി ഗ്യാപ്പില്ലടേ. നമ്മുടെ അലിവാച്ച് മാമൻ. അണ്ണാ ആ കേസ് അറിഞ്ഞില്ലല്ലോ അണ്ണാ. വാസന ചത്തില്ലല്ലോ എന്തായാലും ചത്തില്ലല്ലോ ഞാൻ.